ഹലോ. അപ്പോൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം അടപ്രഥമനിലേക്കുള്ള അട എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കിയില്ലേ? ആ അട വെച്ചിരുന്ന് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാരമലൈസ് ചെയ്തിട്ടുള്ള പായസമാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ. സാധാരണ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വാങ്ങുന്നതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് അറിയില്ലേ. ഇപ്രാവശ്യം റിസ്ക് എടുത്ത് ചെയ്യാൻ വിചാരിച്ചിട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ മെൽട്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു പണി കിട്ടി. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. എൻ്റെ പാത്രം മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റത്തെ പാത്രത്തിൽ അടി പിടിച്ചു ഗായ്സ്. അപ്പോൾ രണ്ടാമത് ഞാൻ ഉണ്ടാക്കുകയാണ്. നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രം കാണിച്ചാൽ പോരല്ലോ നിങ്ങളായിട്ട്, നെഗറ്റീവും കാണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതിലേക്ക് ഞാൻ അട മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കാരമലൈസ് ചെയ്തതിലേക്ക് മിക്സ് ആവണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ആ പാല് നന്നായിട്ട് നമ്മൾ അടയായിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മളെ പായസം തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇവിടെ അധികം ലൂസായിട്ടുള്ള പായസം ആർക്കും ഇഷ്ടമല്ല, കുറച്ച് തിക്കായിട്ടുള്ള പായസം കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറുകാൻ വേണ്ടി വെച്ചു. അങ്ങനെ പായസം റെഡി ആയിക്കുന്നു കേട്ടോ. ഞാൻ ഗ്ലാസ്സിലേക്ക് വെച്ചു. ഇത് നമുക്ക് മകം മറിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പായസം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ, സീ യു.